തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഡിസംബർ 9-നും 11-നുമായി 2 ഘട്ടങ്ങളിലാണ് തെരഞ്ഞെടുപ്പ്. ഇതിൽ UDFന്റെ അതിശക്തമായ ഒരു മുന്നേറ്റം ആദ്യം തന്നെ പ്രകടമായിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളത്. ഇത് ഞങ്ങൾ പറയുന്നതല്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയ ഒരു സാഹചര്യം ഇതുപോലെ കേരളത്തിൽ UDFൽ ഉണ്ടായിട്ടില്ല. UDFൽ വലിയ തർക്കമുണ്ടെന്നും അതിൽ തന്നെ കോൺഗ്രസുകാർ കോൺഗ്രസ് നേതൃത്വവും തമ്മിൽ വലിയ ചേരിപ്പോരിലാണ് എന്നും പറഞ്ഞു നടക്കുന്നവർക്ക് ഇനി വീട്ടിൽ പോകാം. തമ്മിലടി മുഴുവനും ഉള്ളത് CPMലും BJPയിലുമാണ്. അവർക്ക് സ്ഥാനാർത്ഥി നിർണയം പോലും മര്യാദയ്ക്ക് നടത്താൻ കഴിയുന്നില്ല. കോൺഗ്രസ് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ, അതുപോലെ കൊച്ചി കോർപ്പറേഷൻ പിടിക്കാൻ ഇതൊക്കെ വലിയ വലിയ നേതാക്കളെയാണ് രംഗത്തിറക്കിയിരിക്കുന്നത്. അതുപ്രകാരം തിരുവനന്തപുരം പിടിക്കാൻ K മുരളീധരനും, കൊച്ചി പിടിക്കാൻ VD സതീശനും, കണ്ണൂർ നിലനിർത്താൻ K സുധാകരനും, കോഴിക്കോട്ട് രമേശ് ചെന്നിത്തലയുടെ കിടിലൻ നീക്കവുമെല്ലാം കണ്ണ് തള്ളിയിരിക്കുകയാണ് CJPക്കാർക്ക്. അപ്പോഴും കൈരളി പോലെയുള്ള ചാനലുകൾക്ക് പറയാനുള്ളത് കോൺഗ്രസിൻ്റെ തമ്മിൽ തല്ല് ഉണ്ട് എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച നിമിഷങ്ങളിൽ തീ തുപ്പുന്ന പ്രസ്താവനയുമായി കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വരുന്നത് അവരുടെ ആത്മവിശ്വാസമാണ് കാണിക്കുന്നത്. CPM നേതാക്കൾക്ക് മാധ്യമങ്ങളുടെ മുന്നിൽ വരാൻ തന്നെ പേടിയാണ്. കട്ടുമുടിച്ചൊരു പാർട്ടിക്കും അതിൻ്റെ നേതാക്കൾക്കും സാമ്പത്തികമായി നേട്ടമല്ലാതെ രാഷ്ട്രീയപരമായി അവർ തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന് നിമിഷങ്ങൾക്കുള്ളിൽ വലിയ ആത്മവിശ്വാസത്തോടെ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നത് AICCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലായിരുന്നു. അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് മാധ്യമങ്ങൾ അടക്കമുള്ളവർക്ക്. അതായത് ഈ സംസ്ഥാനത്ത് നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF ഉജ്ജ്വല വിജയം നേടുമെന്ന് ആദ്യം തന്നെ പറഞ്ഞിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ തട്ടിപ്പുകൾ പൊതുജനം തിരിച്ചറിയും. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും പ്രത്യേകം പ്രകടന പത്രികകൾ ഉണ്ടാവും. അതുപോലെ UDFൽ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഈ തുടക്കം ചരിത്രത്തിൽ കാണാത്തതാണ്. വർഗീയ കക്ഷികളുമായി ഒരു തരത്തിലുള്ള ബന്ധവുമില്ല. CPMും BJPയും തമ്മിൽ വ്യക്തമായ ധാരണയുണ്ട് എന്ന വടിവത്ത ഭാഷയിൽ മാധ്യമങ്ങളെയെല്ലാം പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിരിക്കുകയാണ് KC വേണുഗോപാൽ MP. അതിനിടയിലും ചില മാധ്യമങ്ങൾ ശശി തരൂരിൻ്റെയും പാർലമെന്റ് സമ്മേളനത്തിൻ്റെയും ഒക്കെ കഥകൾ ചോദിച്ച് വഴിതിരിച്ചു വിടാൻ ശ്രമിച്ചുവെങ്കിലും ഈ അടവൊക്കെ ഒരുപാട് കണ്ടതാണ് KC വേണുഗോപാൽ. ശബരിമലയിൽ മോഷ്ടിച്ച സർക്കാരും കള്ളന്മാരെ പിടിക്കാൻ കഴിയാതെ അട്ടിമറി നടത്തുന്ന ഈ സർക്കാരിനെ തുറന്നു കാട്ടിയ KC അമ്പലം കള്ളന്മാരുടെ ആപ്പീസ് പൂട്ടിക്കുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ആവേശത്തിൽ നിൽക്കുന്ന കേരളത്തിൽ LDFനെയും BJPയെയും ബഹുദൂരം പിന്നിലാക്കി UDF കേരളം കയ്യിലെടുത്തു എന്നുള്ളതാണ് സത്യം. അതിനു മുന്നിൽ നിന്ന KC വേണുഗോപാലിൻ്റെ ഈ വാക്കുകൾ നമുക്ക് കേട്ടു നോക്കാം. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും UDF പൂർത്തീകരിച്ചിരിക്കുകയാണ്. വളരെ നല്ല വിജയം കേരളത്തിലെ ജനങ്ങൾ UDFന് നൽകുമെന്നുള്ള ഉറച്ച ആത്മവിശ്വാസത്തിലാണ് ഞങ്ങളെല്ലാവരും. കാരണം കഴിഞ്ഞ 9.5 കൊല്ലക്കാലമായിട്ടുള്ള ഈ സർക്കാരിൻ്റെ ദുർഭരണം കണ്ട് മടുത്ത ജനങ്ങൾ ആ സർക്കാരിനെ താഴെയിറക്കാനുള്ള ഒരു അവസരത്തിൻ്റെ നാന്ദിയായിട്ട് ഈ തെരഞ്ഞെടുപ്പുകളെ കാണും എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ട് UDF വലിയ പ്രതീക്ഷയിലാണ്, ഉജ്ജ്വല വിജയം നേടും. തീർച്ചയായിട്ടും LDF സർക്കാരിൻ്റെ വിലയിരുത്തൽ ജനങ്ങൾ നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം നടത്തിയ വിലയിരുത്തലുകൾ സർക്കാരിനെതിരായിട്ടായിരുന്നു. ഇതും സർക്കാരിനെതിരായ വിലയിരുത്തലായിരിക്കും. വരാനിരിക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ നാന്ദിയായിരിക്കും UDFന് ഈ തെരഞ്ഞെടുപ്പ്. അല്ല, ഞങ്ങൾ പതിവിന് വിപരീതമായിട്ട് ഞങ്ങൾ നേരത്തെ തന്നെ ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു. ഏറ്റവും സന്തോഷകരമായ കാര്യം കോൺഗ്രസിനകത്ത് നേതാക്കന്മാരെല്ലാവരും വളരെ ഉത്തരവാദിത്വ ബോധത്തോടെ വിജയപ്രതീക്ഷ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പരമാവധി സ്ഥലങ്ങളിൽ ഏകകണ്ഠമായ സ്ഥാനാർത്ഥികളെ പാർട്ടി നേതാക്കന്മാർ തന്നെ തീരുമാനിക്കുകയാണ്. താൻ സ്ഥാനാർത്ഥിയാവുകയല്ല, സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുന്ന പ്രക്രിയയുടെ ഭാഗമായി മുന്നിൽ നിൽക്കുക എന്നുള്ളതാണ് നേതാക്കന്മാർ പ്രത്യേകമായിട്ട് കാണുന്നത് എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്.
അല്ല, അതിന് കൂടുതലാണ്, കാരണം 60-ൽ കൂടുതലാണ് ചിലയിടങ്ങളിലൊക്കെ തന്നെ. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞാൽ UDF-ന്റെ മുന്നേറ്റമായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. ശശി തരൂരിനെ പോലെയുള്ള നേതാക്കൾ ഇപ്പോൾ ഇടഞ്ഞെടുക്കുന്ന സാഹചര്യം പഞ്ചായത്ത് ഇലക്ഷനും അതുമായിട്ട് എന്താ ബന്ധം? പഞ്ചായത്ത് ഇലക്ഷൻ ഇപ്പൊ ചർച്ച ചെയ്യേണ്ടത് ശബരിമലയിലെ സ്വർണ്ണപ്പാളി കട്ടത് എന്തായി? അതെ, ശബരിമലയിലെ സ്വർണ്ണപ്പാളി കട്ട് അമ്പലത്തിലെ വിശ്വാസങ്ങളെ മുഴുവൻ വെല്ലുവിളിച്ചൊരു സർക്കാർ. എന്നിട്ട് യഥാർത്ഥ പ്രതികളെ പിടിക്കാൻ വേണ്ടി ഹൈക്കോടതി പറഞ്ഞു. ഹൈക്കോടതി പറഞ്ഞപ്പോൾ ഹൈക്കോടതി പേരിലുള്ള SIT അന്വേഷണം ഉണ്ടാക്കി. ആ SIT അന്വേഷണത്തിൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത് SITയുടെ കൈകൾ പോലും വിലങ്ങിട്ടിരിക്കുകയാണ്. നമ്മൾ കണ്ടില്ലേ, അതിനകത്ത് ഒരു ഉദ്യോഗസ്ഥനെ പോലും അനഭിബന്ധനായ ഉദ്യോഗസ്ഥനെ പെടുത്തി പിന്നീട് നിങ്ങൾ മാധ്യമങ്ങളെല്ലാം പ്രശ്നം ഉണ്ടാക്കിയപ്പോഴാണ് അയാളെ ഒഴിവാക്കിയത്. അപ്പോൾ അതിനകത്ത് വളരെ വ്യക്തമല്ലേ SITക്ക് എത്ര ദൂരം മുന്നോട്ട് പോകാൻ കഴിയുമെന്ന തെളിവാണ്. അതിൽ പോലും സത്യസന്ധരായ ഉദ്യോഗസ്ഥന്മാരെ ഉൾപ്പെടുത്താൻ SIT തലവന് കഴിയുന്നില്ല എന്നുള്ളത്. ഇവിടെ പ്രധാനപ്പെട്ട ചോദ്യം ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളിൽ സർക്കാർ ഉന്നതരെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പോഴും. അതിനുള്ള നടപടി ഉണ്ടാകുന്നുള്ളതാണ് പറയാനായിട്ടുള്ളത്. ഉന്നയിക്കേണ്ട കാര്യമില്ല. ജനങ്ങളുടെ മനസ്സിനെ ഏറ്റവും വേദനിപ്പിച്ച ഒരു വിഷയമാണ് ആ വിഷയം. ജനമനസ്സുകളിൽ ഏറ്റവും വേദന 2019 നേരത്തെ ഉണ്ടായിട്ടുള്ള യുവതീ പ്രവേശനം പോലെ തന്നെ വിശ്വാസങ്ങളെ വെല്ലുവിളിക്കുക. ശബരിമലയിലെ സ്വർണം കട്ടുകൊണ്ടുപോകാൻ മാത്രമല്ല, അയ്യപ്പന്റെ ശ്രീകോവിലിന്റെ പ്രതിഷ്ഠിച്ച വിശ്വാസം അത് ചെന്നൈയിൽ കൊണ്ടുപോയി പ്രദർശിപ്പിക്കുക, അവരെ വിൽക്കുക. ഇത് വിശ്വാസികൾ ഉണ്ടാക്കിയിട്ടുള്ള വേദന ചെറുതല്ല. ആ വേദന പ്രതിഫലിക്കും ഇനി വരാനിരിക്കുന്ന ആളുകളിലെ തെരഞ്ഞെടുപ്പുകളിലെല്ലാം. ഞങ്ങൾക്ക് ഒരു കച്ചവടവും രഹസ്യമായിട്ടില്ല. അത്തരം ഒരു കാര്യങ്ങളൊക്കെ പരമമായിട്ടും ഞങ്ങൾ നിഷേധിക്കുകയാണ്. അവരാണ് BJPയുമായിട്ടുള്ള രഹസ്യ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. BJPയെ സഹായിക്കാനുള്ള രഹസ്യ കച്ചവടത്തിലാണ് CPM കേരളത്തിലുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒത്തുതീർപ്പുകളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ശബരിമലയിൽ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും BJP നമ്മൾ എവിടെയും കണ്ടില്ലല്ലോ. കണ്ടോ? എവിടെ അവരുടെ വിശ്വാസ പ്രമാണങ്ങൾ? അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് LDFനാണ് അവിശുദ്ധ കൂട്ടുകെട്ട്. UDF വളരെ സ്ട്രെയിറ്റ് ആണ് ഇക്കാര്യത്തിൽ. ഞങ്ങൾ വളരെ വ്യക്തമായി പറയുന്നത് UDF തനതായ നിലക്ക് തന്നെ നല്ല വിജയം കൊയ്യും. ഈ പ്രാദേശികമായി ഞങ്ങൾ UDFൽ നല്ല യോജിപ്പോടെ മുന്നോട്ട് പോവാണ്. കൊച്ചു കൊച്ചു തർക്കങ്ങൾ പോലും വളരെ കുറവാണ്. അതെല്ലാം ഇനി ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം 2-3 ദിവസങ്ങളിൽ പരിഹരിക്കാൻ നേതൃത്വം ഇടപെട്ട് പരിഹരിക്കും കേരളത്തിലെ നേതൃത്വം. അത് എല്ലാ കാര്യത്തിലും നല്ല ആത്മവിശ്വാസത്തോടെയുള്ള തിരഞ്ഞെടുപ്പായിരിക്കും വരാൻ വേണ്ടി പോകുന്നത്. കാരണം ജനങ്ങളെ തട്ടിപ്പ് നടത്തുന്ന ഒരു സർക്കാർ, ജനങ്ങളോട് തട്ടിപ്പ് മാത്രം കാണിക്കുന്ന സർക്കാരാണ് ഇവ ഭരിക്കുന്നത്. ഈ തട്ടിപ്പുകളെ മറക്കാൻ വേണ്ടിയിട്ടുള്ള PR എക്സസൈസുകളാണ് കോൺക്ലേവുകളും ഈ പരസ്യങ്ങളും ഒക്കെ തന്നെ. ഈ PR എക്സസൈസിൽ ജനങ്ങൾ കുടുങ്ങൂല. അവരെ പറ്റിച്ചവരാരാണെന്ന് അവർക്ക് നന്നായിട്ടറിയാം. ജനങ്ങളെ പറ്റിച്ച് തട്ടിപ്പ് നടത്തുന്ന സർക്കാരിന്റെ യഥാർത്ഥ തനിതരം പുറത്തു വരുന്ന ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ടായിരിക്കും തെരഞ്ഞെടുപ്പ്. അല്ല, പാർലമെന്റ് ഒന്നും ഇപ്പൊ ഇല്ലല്ലോ. പാർലമെന്റ് ഒന്നും ഇപ്പൊ കൂടുന്ന ഒരു പ്രസക്തി ഇല്ല. ഇപ്പൊ ശൈത്യകാല സമ്മേളനം 1-ാം തീയതി മുതൽ 19-ാം തീയതി വരെ. അതിനിടയിലാണ് നമ്മളിപ്പോൾ ഹരിയാന അടക്കമുണ്ടായിരുന്ന ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വോട്ട് ചോരൽ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ഇവിടെ തന്നെ SIR എന്ന് പറഞ്ഞപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ തിരക്കിലാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതിനിടയിലാണ് SIR. അപ്പോൾ വോട്ട് ചോരൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സർക്കാർ, ഇലക്ഷൻ കമ്മീഷനാണ് വിശ്വാസതയില്ല. ബീഹാറിൽ പോലും VVPATകൾ മാറി നടക്കുകയാണ് നഗരത്തിലാകമാനം. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം, ഈ നാട്ടിലെ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പാർലമെന്റ് ഒന്നൊരു വിഷയമേ അല്ല. ജനാധിപത്യം കാറ്റിൽ പറത്തുക എന്നുള്ളതാണ് അവരുടെ മിനിമം അജണ്ട. ആ സ്ഥിതിയിലാണ് പാർലമെന്റും നടക്കാൻ വേണ്ടി പോകുന്നത്. കേരളത്തിന്റെ സമഗ്രമായ മാറ്റം, ഇവിടെ ഞാൻ പറഞ്ഞത് തന്നെയാണ്, വികസന അജണ്ടയോടൊപ്പം പാവപ്പെട്ടവരെ കരുതുന്ന മിനിമമായിട്ടുള്ള പദ്ധതികൾ. നാടിന്റെ വികസനം ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയാണ്. അതിൽ ഓരോ കോർപ്പറേഷനിലും ഓരോ പഞ്ചായത്തിലും പ്രത്യേക മാനിഫെസ്റ്റോകൾ ഉണ്ടാവും. അത് തയ്യാറാക്കി ജനങ്ങളുമായി സംവാദം നടത്തിയിട്ട് ജനങ്ങളിൽ നിന്ന് അഭിപ്രായം സ്വരൂപിച്ച് ഉണ്ടാക്കുന്ന മാനിഫെസ്റ്റോകളാണ് പഞ്ചായത്തിലും കോർപ്പറേഷനിലും വെക്കാൻ വേണ്ടി പോകുന്നത്. അതോടൊപ്പം തന്നെ പാവപ്പെട്ടവന്റെ
പ്രയാസപ്പെടുന്നവന്റെ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടാൻ ബുദ്ധിമുട്ടുന്നവന്റെ ജീവിത പ്രയാസങ്ങൾ ലഘൂകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഫലപ്രദമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാക്കുന്ന പദ്ധതികളും ഉണ്ടാക്കിയെടുക്കുക.